ഷിജുവിൻ്റെ രോഗിയാ ഷിജു വന്നിട്ടാ രോഗി ചെറിയ ആശ്വാസം ഒരു ചെറിയ പഠനക്കിട്ട് നമ്മളാണ് ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ലയൺസ് ഇന്റർനാഷണലിന്റെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണ ആദരപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ അമൃതനാഥ് സാറ്, ഇൻസേട്ടൻ, നമ്മുടെ ആർ സി പ്രവീൺ സെക്രട്ടറി, ആർ സി സെക്രട്ടറി ചേട്ടൻ, ഈ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സതീശൻ, ഈ രണ്ടാം വാർഡ് മെമ്പർ അന്നമ്മ ബാബു, നമ്മുടെ നമ്മുടെ കഞ്ഞിക്കുടി ലയൺസിന്റെ ജനറൽ പ്രസിഡന്റ് സിബി ആർക്കാട്, കഞ്ഞിക്കുടി ലേഡീസ് ഫോറത്തിന്റെ പ്രസിഡന്റ് നീന രാജു എന്നിവരിങ്ങനെ വേദിയിലോട്ട് വരണം. സിബി ആർക്കാട് മുന്നേറ്റേക്ക് യോഗത്തിന് വളരെ മുന്നോട്ട് ആശംസിക്കുന്നതിന് വേണ്ടി കഞ്ഞിക്കുടി ലയൺസ് ഇന്റർനാഷണലിന്റെ ജനറൽ പ്രസിഡന്റ് സിബി ആർക്കാട് യോഗത്തിന്റെ അധ്യക്ഷൻ ലയൺസ് ക്ലബ് ഓഫ് കഞ്ഞിക്കുടിയുടെ പ്രസിഡന്റ് കെ വി രാജു, ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീപ്പെട്ട ലയൺ ജയേഷ്, മറ്റ് ലയൺസിൻ്റെ ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ ഈ ഒരു പ്രളയത്തിൽ ദുരിതമനുഭവിച്ച ക്യാമ്പിൽ കഴിയേണ്ടിരുന്ന പ്രിയപ്പെട്ട കഞ്ഞിക്കുടി നിവാസികളെ, ലയൺസ് ക്ലബ് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര പരിചിതമായ ഒരു നാമമാകില്ല. കാരണം നമ്മുടെ ഇവിടെ ലയൺസ് ക്ലബ് തുടങ്ങിയിട്ട് 2023 കഞ്ഞിക്കുഴിയിൽ ഒരു ലയൺസ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം അതിൻ്റെ പ്രവർത്തന മേഖലകൾ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. വി സെർവ് എന്ന ഒരു മുദ്രാവാക്യമാണ്, അതായത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ലയൺസ് ക്ലബിൻ്റെ മുദ്രാവാക്യം. അപ്പം അത് വെച്ച് സമൂഹത്തിലെ അർഹതയുള്ള സഹായം ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ അത് ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ക്ലബ്ബാണ് ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ. അപ്പോൾ അതിൻ്റെ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ 3 ജില്ലകൾ കൂടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് 318C എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ലയൺസ് ക്ലബ് ഓഫ് കഞ്ഞിക്കുഴി അതിൻ്റെ ഭാഗമാകുന്നതാണ്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു സഹായ വിതരണം നടക്കുന്നത്. ഇത് ഈ എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ഈ 3 ജില്ലകളിലും ഇത്തരം ക്യാമ്പുകളിൽ നമ്മുടെ ഈ ലയൺസ് ക്ലബിൻ്റെ സഹായ വിതരണം നടന്നു വരികയാണ്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഇടുക്കി ജില്ലയിൽ രാവിലെ മുതൽ തുടങ്ങിയതാണ്. വണ്ണപ്പുറവും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ അതെല്ലാം നടത്തി ചെറുതോണിയിലും കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ കീഴ്ത്തോട്ടോടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. പിന്നെ കൂടുതൽ സംസാരിക്കാനുള്ളൊരു വേദിയുമല്ലായിരുന്നു. അതിനാൽ തന്നെ നമ്മുടെ ഈ ഒരു യോഗത്തിൻ്റെ അധ്യക്ഷൻ ലയൺസ് ക്ലബ് ഓഫ് കഞ്ഞിക്കുഴിയുടെ പ്രസിഡന്റ് ശ്രീ കെ വി രാജുവിനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അത് ഗവർണറെയൊക്കെ നിങ്ങൾ കാണുക എന്ന് പറഞ്ഞപ്പം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ, അതായത് ഗവർണർമാർ തന്നെ വരാറില്ല. ചിരിച്ച ജയകൃഷ്ണ പറഞ്ഞ ആൾ പിന്നെ ഗവർണറാണ്, നിങ്ങളുടെ 318Cയുടെ ഡിസ്ട്രിക്ട് ഗവർണറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ വളരെ കൃത്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LCIFിൻ്റെ ലീഡർ ശ്രീ അമർനാഥ് എല്ലാവരുടെയും പേരത് ഞങ്ങൾ ഈ ഇതിനകത്ത് ശിശുക്കളായിരുന്നു എല്ലാവരും നേതാക്കന്മാരെ എല്ലാം പരിചയമില്ല. കണ്ടാൽ മുഖപരിചയമുണ്ടെന്നല്ലാതെ നേരത്തെ പേരറിയാൻ മാത്രം പരിചയമായിട്ട്, കാരണം ഞങ്ങൾ ഇവരുമായിട്ട് അങ്ങനെ ബന്ധമായി വരുന്നതേ ഉള്ളൂ. ഞാൻ ഓരോ ആൾക്കാരെയും പേരെടുത്ത് വിളിക്കുന്നില്ല. ഞങ്ങളുടെ DGM ചെയർമാനുണ്ട്, ഫോൺ ചെയർമാനുണ്ട്, കിങ്സ്. അപ്പോൾ ഇതല്ലേ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാ ആളുകളെയും വളരെ കൃത്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ 2 മെമ്പർമാരുണ്ട്, ലയൺസ് ക്ലബിൻ്റെ ലേഡീസ് ഫോറത്തിൻ്റെ പ്രസിഡന്റുണ്ട്, മറ്റെല്ലാ ആൾക്കാരെയും നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളുണ്ട്. എല്ലാവരെയും ഏവരെയും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. നമ്മുടെ മേഖലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ചെങ്കണി
നമ്മളിപ്പോൾ ഈ കൂടിയിരിക്കുന്ന നമ്മളിവിടെ ഈ കിറ്റ് വിതരണം ചെയ്യുന്ന അതിനുള്ള ഉപഭോക്താക്കൾ കംപ്ലീറ്റ് ഈ ദുരന്തത്തിൽ നമ്മുടെ ക്യാമ്പിൽ കഴിഞ്ഞത്. നമ്മൾ പുറത്തുനിന്ന് ആരും അങ്ങനെ വേറെ എടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട്, കട്ടക്കനുണ്ട്, വെൺമണിയുണ്ട്. ഒരു ക്യാമ്പിൽ കഴിഞ്ഞ ഈ രണ്ടിടത്താണ് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളുടെ ഈ ദുരന്തബാധിത മേഖല നമ്മൾ പുനരുദ്ധരിക്കുന്നതിനും വീടുകൾ നിർമ്മിക്കുന്നതിനൊക്കെ ഒരു പ്രോജക്റ്റ് നമ്മൾ നേരത്തിൽ ഡിസ്ട്രിക്ട് തിരുവനന്തപുരത്തിൽ അവതരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞത് തന്നെ നമുക്ക് ഈ ഓരോ സാധനങ്ങളെല്ലാം എത്തിച്ചു തരികയും കുറച്ച് ക്യാമ്പ് സമയത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചാണ്. ഇതിൻ്റെ തിരക്ക് നമ്മുടെ ദിവസം ഞാൻ സാധിപ്പം പറഞ്ഞല്ലോ, ഈ തിരുവനന്തപുരത്തിൽ 3 ജില്ലയിലുള്ള മൊത്തം ക്ലബുകളുടെ ചുമതലയാണ്. അപ്പോൾ അതിൻ്റെ ആ ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണർ ജയസാറിന് നമുക്ക് ഇങ്ങനൊരു സംഭവം ഈ വരാതിരിക്കട്ടെ ഇങ്ങനൊരു സംഭവം വന്നുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റിയത്. ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. ഞങ്ങൾ ക്യാബിനറ്റ് ഇൻസ്റ്റാലേഷൻ അങ്കമാലി പോയപ്പോഴാണ് കാണുന്നത്. അതുപോലൊരു തിരക്കുള്ളടത്ത് ഇതെല്ലാം അതിന് ഷിൻസേട്ടനും മണപ്പുറത്താണ്. അദ്ദേഹമാണ് ഈ മേഖലയിലെ കോർഡിനേറ്റർ. പിന്നെ നമുക്കിതെല്ലാം നമ്മളെ സംബന്ധിച്ച് കഞ്ഞിക്കുഴി ലേൺസ് ക്ലബിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ സമയത്ത് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് 12 മണി രാത്രിയിലും നമ്മളെ വിളിക്കുകയും നമ്മളെ അതിനുള്ള എല്ലാ ഒരു സഹായം ചെയ്യുന്ന നമ്മുടെ ആർട്ടിക് പിന്നെ ഈ റീജനാണ് 11 ക്ലബ്ബാണ്. ആ റീജൻ്റെ ചെയർമാനാണ് നമ്മുടെ പ്രവീൺ കുമാർ. രാജകുമാരി നോക്കാണ് ഈ 4ാം തീയതി ട്രെയിനാണ് ഉസ്മാനാണ്. ഇവിടെ ഏതോ ഞാൻ 1 മണിക്കൊക്കെ ഞങ്ങൾ സമയത്ത് ചെയ്യുന്നു. ഇതിൽ തന്നെ പിന്നെ മന്ത്രിയുണ്ട് സാർ. ഇപ്പോൾ തിരിച്ചാൽ നമ്മൾ കാർട്ടൂൺസാണ് നമ്മുടെ കഞ്ഞിക്കുഴിയിലൊക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് പോലും അതിനെ അറിയിക്കുന്നതിനുള്ള അവസ്ഥ മാത്രം അത്രയും അങ്ങനെയുള്ള ഒരു വലിയ സംഭവമാണ്. എല്ലാവരും ഇവിടെ വന്നു നമ്മളിത് പറഞ്ഞ സമയത്ത് തന്നെ നമ്മളെ സഹായിക്കുന്നതിന് ഒരു കൈതാങ്ങ് കാണിച്ചു. ഇതിൻ്റെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് തങ്ങളാൽ ഉതകുന്ന ഇതെല്ലാം ചെയ്യാവുന്ന ഗവൺമെൻറ് നമുക്ക് നേരിട്ട് ഫോൺ ചെയ്ത് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മളത് വിളിക്കുന്നില്ല. ഇനി പറഞ്ഞ പോകുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് ഈ സംഭവം സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഔപചാരികമായിട്ടുള്ള യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് ഞാൻ ലയൺസ് ഇന്റർനാഷണൽ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഗവർണർ പ്രിയപ്പെട്ട നമ്മുടെ DG-നെ ഞാൻ ഭാഗവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ കഞ്ഞിക്കുഴി ലയൺസ് ക്ലബിൻ്റെ അതിനായ പ്രസിഡന്റ് KV രാജു, ഡിസ്ട്രിക്ട് പ്രൈവറ്റ് മുൻ ഗവർണർ, ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ഏരിയ ലീഡറുമായിട്ടുള്ള നേരത്തെ ലയൺ അമർനാഥ് സാർ, പ്രൊജക്റ്റിൻ്റെ മേഖലയിലെ പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യുന്ന പേരിട്ട ശുഭാഷ്, ചെയർപേഴ്സൺ ലയൺ പ്രവീൺ, ജെയിംസ് ലേട്ടൻ, ഈ ക്ലബിൽ കാർഡർ പ്രസിഡന്റ് CR, ലേഡീസ് ഫോറം പ്രസിഡന്റ്, മറ്റ് എത്തിച്ചേർന്നിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ല സായാഹ്നം നേരുന്നു. സേവനം മാത്രം മുഖമുദ്രയാക്കി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു സർവീസ് സെൻ്ററാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സർവീസ് സെൻ്ററാണ്. എവിടെ ഒരു ആവശ്യമുണ്ടോ അവിടെ ഓടിയെത്തുന്ന അംഗങ്ങളാണ്. എന്നാൽ നേരത്തെയൊക്കെ പ്രസിഡന്റുകൾ സൂചിപ്പിച്ചിരുന്നു, ലയൺസ് പരിചയപ്പെട്ട് വരില്ലേ ഉള്ളൂ. ലയൺസിൽ ഇന്നത്തെ ഒരു രീതി ഗ്രാമങ്ങളിൽ പോലെ ക്ലബുകൾ തുടങ്ങി ആ പ്രദേശത്ത് സേവനം ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ലയൺസ്. ഇടുക്കി ജില്ലയിൽ നേരത്തെ നോക്കിയാൽ 3-4 ക്ലബുകളുള്ള സ്ഥലത്ത് ഇന്ന് ഏതാണ്ട് 30-35 പല ക്ലബുകൾ ഈ മേഖലയിൽ ഇടുക്കി ജില്ലയിൽ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലയൺസ് പ്രസ്ഥാനം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സേവനം നൽകാൻ വേണ്ടി പോകുന്ന പ്രസ്ഥാനമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചുരുക്കൂട്ടി ഇവിടെ മാത്രമല്ലായിരുന്നു മറ്റ് പ്രദേശങ്ങളിലും അതിൻ്റെ അടുത്തുള്ള ആളുകളുണ്ടായിരുന്നു. അവിടെയും നമ്മൾ ആ സേവനം എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഓടി നടക്കുന്ന ഒരു ആഴ്ചകളും മാസങ്ങളുമായിട്ട് കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട രീതിയിലുള്ള കിറ്റുകൾ ഇവിടെ എത്തിക്കാനാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത്. ലയൺസ് പ്രസ്ഥാനം ഇങ്ങനെയുള്ള കാര്യം മാത്രമല്ല, നമ്മുടെ ഈ വർഷം ഒത്തിരിയേറെ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചമാതിരി വീടില്ലാത്തവർക്ക് വീട് എന്ന് പറയുന്നത് BPL കാറ്റഗറിയിലുള്ളവർക്കാണ് ലയൺസ് പ്രസ്ഥാനം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പല വൃക്കരോഗികൾ
തീർച്ചയായിട്ടും ഡയാലിസിസ് വിധേയമായി കൊടുക്കുന്ന രോഗികളുണ്ട്, ബി.പി.എൽ കാറ്റഗറി ഉള്ളവരുണ്ട്. അവർക്ക് ഒരു വർഷം ഒരു 20,000 രൂപ വരെയൊക്കെ സഹായം ഓരോ വ്യക്തിക്കും നൽകുന്ന തരത്തിലുള്ള പദ്ധതി ഡയാലിസിസ് പ്രസ്ഥാനം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഹാർട്ട് ഡിസീസസ് ഉണ്ട്, ചൈൽഡ്ഹുഡ് ക്യാൻസർ ഉണ്ട്, അങ്ങനെ വിവിധ തരം രോഗങ്ങളിലും ക്രോണിക് ആയിട്ടുള്ള ഡിസീസൊക്കെ ഇന്ന് ആ മേഖലയിലൊക്കെ ഡയാലിസിസ് പ്രസ്ഥാനം സേവനമനുഷ്ഠിച്ചു വരികയാണ്. മറ്റ് പല രാജ്യങ്ങളിലുമുള്ള ഏറ്റവും കൂടുതൽ വിശപ്പിനെയാണ് നമ്മൾ അഭിമുഖീകരിച്ച് അവിടെ സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹ്യൂമാനിറ്റീസ് സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഡയാലിസിസ് പ്രസ്ഥാനം ഇന്ന് ഏതൊരാവശ്യമുണ്ടോ അവിടെ ഓടിയേക്ക് നടപ്പാക്കുന്ന ഏറ്റവും പ്രസ്ഥാനമാണ്. ഇത് വേദിയിലിരിക്കുന്നവരൊക്കെ തന്നെ ഈ കേരളത്തിൽ അവിടുത്തെ ഡയറക്ടേഴ്സാണ്, രാജ്യചേട്ടൻ അവിടുത്തെ പ്രസിഡന്റാണ്, സുചേട്ടൻ അവിടുത്തെ ക്ലബ്ബ് തുടങ്ങിയ പ്രസിഡന്റാണ്. അത് നോക്കുമ്പോൾ ഈ പ്രദേശത്തിന് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവരിലൂടെയാണ് ഡയാലിസിസ് പ്രസ്ഥാനം എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മളെ അറിയിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ മേൽക്കടകൾ ചെയ്യുകയും താഴ്ക്കടകളിലേക്ക് എത്തിക്കുന്ന പ്രസ്ഥാനമായി മാറുന്ന ഒരു രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ന് ഈ ഓണത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് കിട്ടിയുള്ള വിതരണം ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ജനങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കിറ്റ് ഉൾപ്പെടുന്ന ദാനം ഉദ്ഘാടനം ചെയ്യുന്ന കാര്യമുണ്ട്. ഒരു ഇങ്ങനെ ആശംസ അങ്ങനെ ഒരു അപ്രസിംഗ് ആയിട്ട് നമ്മുടെ അമർനാഥ് സാറാണ് മുഖ്യപ്രഭാഷണം. നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഈ ദുരിത മേഖലയിലേക്ക് എത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചൊരു ഹ്രസ്വ വിശദീകരണത്തിന് അമർനാഥ് സാറ് ടീമിനെ ക്ഷണിക്കും. അതൊന്നും സംസാരിക്കുന്നില്ല. കാര്യം നമ്മൾ രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ്. ഇത് ഈ പ്രദേശം ഈ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ദുരിതബാധിത പ്രദേശങ്ങളായ ഇടുക്കി പ്രദേശത്തേക്ക് ഞങ്ങളുടെ സഹായം എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ഈ പ്രാവശ്യം. ലയൺസ് ഇൻ്റർനാഷണൽ ഇവരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ്. വളരെ ഏറ്റവും വലിയ സേവന സംഘടനയാണ്. അതിനേക്കാളുപരി വിവിധ മേഖലകളിൽ ആരോഗ്യപരമായ പരിപാലനം തൊട്ട് ഭവന നിർമ്മാണം തൊട്ട് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ച് മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ രാജ്യത്തും ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ സഹായം എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ദുരിതങ്ങളുണ്ടായി. ഇങ്ങനെയാണ് ചിലരുടെ വീടുകൾ ഭാഗ്യമായിട്ടാണ്, ചിലരുടെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഏറ്റവും വലിയ ഒരു ഭാഗ്യം നമുക്ക് ജീവന അപായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വസിക്കാനുള്ള ആഗ്രഹം. പ്രകൃതി ചില സമയങ്ങളിൽ പൂർണ്ണമായി പെരുമാറുന്നപ്പോൾ ഈ വക കാര്യങ്ങൾ ഉണ്ടാകാറ്. ആ സമയത്ത് വല്ലാത്ത പ്രകൃതി സംബന്ധമായ മാറുകളിൽ നിന്ന് അതിനും ലയൺസ് ക്ലബ്ബ് ഏറ്റവും കൈത്താങ്ങാകാറ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇന്ന് ഈ വസ്തുക്കളും അതേപോലെ മറ്റ് സ്ഥാപനങ്ങളിലും തന്നെ ഏകദേശം കേരളമൊട്ടാകെ ഈ വാക്കിഴിഞ്ഞ് കേന്ദ്രം പോയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കേരളാടുകൾ സംബന്ധിച്ച് മാറി താമസിച്ച് ക്യാമ്പിൽ താമസിക്കുന്നവർക്കും വീട്ടിൽ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വെള്ളം പോകുകയോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്യാമ്പിൽ താമസിക്കുന്നവർക്കൊക്കെ തിരിച്ചവരുടെ വീടുകളിലേക്ക് പോകും. ഒരു കൈത്താങ്ങാകുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയിട്ടാണ് ഇന്ന് ഈ ചെറിയ കിറ്റ് വിതരണം നടത്തുന്നത്. ഏകദേശം 60 ലക്ഷം രൂപയുടെ കിറ്റ് ഇവിടത്തേക്ക് മാത്രമല്ല, ഞാൻ പറയുന്നത് കേരള ഒട്ടാകെ അല്ലെ തിരുവനന്തപുരം ജില്ലയും അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും ഒഴിച്ച് ബാക്കി പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ സേവനം എത്തിച്ചിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് ഏകദേശം 4 വണ്ടിയിൽ പല വിവിധ പ്രദേശത്തേക്കായിട്ടാണ് ഈ പ്രാവശ്യത്തെ സാധനങ്ങൾ വരുന്നത്. ഇത് നിങ്ങളുടെ മുറ്റത്തെത്തി നിങ്ങളുടെ അവിടുത്തെ ഉള്ള ക്ലബ്ബുകൾ ഏൽപ്പിച്ച് ആ ക്ലബ്ബുകളെ ഏൽപ്പിച്ച് ആ ക്ലബ്ബുകൾ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് പ്രോജക്റ്റ് വിതരണം ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ എന്തൊക്കെ ഓർഡർ പറഞ്ഞാൽ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, പ്രകൃതി ശോഭിക്കാതിരിക്കട്ടെ എന്നാണ് ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന. കാരണം കണ്ണ് കൂടി തുറക്കുമ്പോൾ നമുക്ക് കാണുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത് ഭാഗമായിരിക്കട്ടെ. കഴിഞ്ഞ 24 ഇന്ത്യൻ ദുരിതമുണ്ട്.
വയനാട് 300 വീടുകൾ നഷ്ടപ്പെട്ടു. 300 ആൾക്കാർ വീട് നഷ്ടപ്പെട്ടു. ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത എല്ലാം ഒഴിച്ചു പോലെ സ്ഥിതിയാണ്. അവിടെ ലയൺസ് ക്ലബിൻ്റെ കരുതലുണ്ടായിരുന്നു. ഒരു കൈത്താങ്ങായി ലയൺസ് ക്ലബ് ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് ആ പ്രകൃതി ചോദിച്ച ഒരു പങ്കാളിയായി ഇന്ന് ഈ പ്രാവശ്യം ഇന്ത്യക്ക് സ്ഥലങ്ങളിലൂടെ ഇത് വളരെ ഉപകാരപ്രദമായ പക്ഷേ ആ സാധനങ്ങളാണ് ഈ കിട്ടുന്നത്. ഈ കഞ്ഞിക്കുഴി ക്ലബിൻ്റെ ഇന്ന് വിതരണം ചെയ്യാൻ ബാക്കി എപ്പോഴും ഒരു കാര്യം അറിയിച്ചു. ഇപ്പോഴും ലയൺസ് ക്ലബ് എപ്പോഴും ഒരു കൈത്താങ്ങായി നിങ്ങളെ എപ്പോഴും ഉണ്ടാകുന്നു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രൊജക്ട് കൺട്രോളിങ് നമ്മുടെ ഈ മേഖലയുടെ അതായത് മലപ്പുറം നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ലയൻസിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഷീസേട്ടനെ രണ്ട് വാക്കുകൾ സംസാരിച്ചു. അധ്യക്ഷൻ കഞ്ഞിക്കുഴി ലയൻസ് പ്രസിഡന്റ് രാജു, ഡിസ്ട്രിക്ട് ഗവർണർ ആരാധനായ ലയൻ PMJ, ഇന്ന് ഈ കിറ്റ് ഇവിടെ കിട്ടുവാൻ കാരണക്കാരനായ LCFിൻ്റെ ഏരിയ ലീഡറും ഡിസ്ട്രിക്ട് ഗവർണറുമായ നിങ്ങളെ സ്നേഹത്തോട് വിളിക്കുന്ന പ്രിയപ്പെട്ട അമർജി, RC പ്രവീൺ, മറ്റു വേദിയിൽ സദസ്സുകളുള്ള ലീഡേഴ്സ്, പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, മറ്റ് സുഹൃത്തുക്കളെ, ഏതൊരു ദുഃഖകരമായ അവസ്ഥയിൽ നിങ്ങൾ തനിച്ചല്ല, കഞ്ഞിക്കുഴി ലയൺസ് ക്ലബ്ബ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് 80 കുടുംബങ്ങൾക്ക് ഈ കിറ്റ് കിട്ടാൻ കാരണം. ഞാൻ പ്രതിദാനം ചെയ്യുന്ന വണ്ണപ്പുറം ടൗൺ ക്ലബ്ബിൽ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ അനുവദിച്ചു തന്ന 25 കിറ്റുകളാണ്. കഞ്ഞിക്കുഴി പ്രസിഡന്റിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഇവിടെ ഇത്രയും കിറ്റുകൾ കിട്ടുകയും ഇത്രയും ദുരിതബാധിതരുണ്ട് എന്ന് ഡിസ്ട്രിക്ട് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തനിച്ചല്ല, നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാനും നല്ലൊരു നേതൃത്വം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കാരണം. അദ്ദേഹം കുറച്ച് കിറ്റുകൾ കുറച്ച് മതിയായിരുന്നു ഡിസ്ട്രിക്റ്റിന് പോരാ, ഇവിടെ അതിനുള്ള അത്രയുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ 2.5 റവന്യൂ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കിറ്റുകൾ ലഭിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് നല്ലൊരു കൈയടി കൊടുക്കണം. ഇതുപോലെയുള്ള നല്ല പ്രസ്ഥാനങ്ങൾ ഇനിയും ഉണ്ടാകാനും ഇവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കിട്ടാനും ഇതെല്ലാം രീതിയിൽ നിങ്ങളെയും സഹായിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളിലുള്ള നമ്മളെ ഈ ഇതിൻ്റെ വലിയ നമ്മളെ ഈസിയായിട്ട് 24 hour കണക്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട റീഗൽ ചെയർമാൻ പ്രിയപ്പെട്ട എന്തിന് ആദരവും അല്പ സംസാരിച്ചു സമയങ്ങളാണ്. നമസ്കാരം. ഗവൺമെൻറ് അധ്യക്ഷൻ ഡിസ്ട്രിക്ട് യൂണിവേഴ്സിറ്റിയുടെ ആദരവായ ഡിസ്ട്രിക്ട് ഗവർണർ LCF ഏരിയ കോർഡിനേറ്റർ ശ്രീ അമർനാഥ് ഇടുക്കിയുടെ പ്രോജക്ട് കോർഡിനേറ്ററായ നമ്മുടെ ഏറ്റവും ബഹുമാനായ സാർ, അഡീഷണൽ സെക്രട്ടറി അംഗർ അനീസ് സാർ, അതുപോലെ റീജിയൻ ജനറൽ സെക്രട്ടറി ചേട്ടൻ, നിയോജകമണ്ഡലത്തിലെ ചാർജ് പ്രസിഡന്റ് വൈസ് സെക്രട്ടറി സാർ, ഇവിടെ ലേഡീസ് ഫോറം പ്രസിഡന്റ് ഇങ്ങനെ പഞ്ചായത്ത് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലയൺസ് ഡിസ്ട്രിക്ട് റീഓർഗനൈസ് എന്ന് പറഞ്ഞാൽ 3 റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ ചേർന്നാണ് ഇടുക്കി, എറണാകുളം, ആലപ്പുഴ. അതിൻ്റെ കംപ്ലീറ്റ് സാന്നിധ്യം വഹിക്കുന്ന ആളാണ് നമ്മൾ ആദ്യം കാര്യങ്ങൾ ജയേഷാണ്. രണ്ടാമത് 3 സ്റ്റേറ്റുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന LCF, അതായത് ഇങ്ങനെയുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് പല സ്ഥലത്തും കളക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ദുരിതമുണ്ടാകുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന കോർഡിനേഷനുള്ള ആളാണ് ബഹുമാനപ്പെട്ട അമർനാഥ് സാർ. നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിൽ ഇടുക്കി ജില്ലയുടെ ഭാഗത്തേക്കുള്ള കോർഡിനേഷൻ വേണ്ടിയാണ് സാർ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇടുക്കി ജില്ലയുടെ 4 വിഭാഗമായ നമ്മുടെ കഞ്ഞിക്കുഴി റീജിയൻ 3 എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ കോർഡിനേഷൻ നമ്മളാണ്. അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതെന്നുള്ള ഏറ്റവും നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതെന്നുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമാണ്. കഴിഞ്ഞ പ്രാവശ്യം വയനാട് ജില്ലയിൽ കുട്ടികളുണ്ടായ സമയത്ത് സാർ 6 കോടി രൂപയുടെ പ്രോജക്റ്റാണ് വയനാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്ലാനാണ്
ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഞ്ഞിക്കുഴി പ്രസിഡന്റ് എടുത്ത എഫേർട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു. അത്രമാത്രം കൃത്യമായിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിനെ ഡോക്യുമെൻ്റ് ആക്കി ഡിസ്ട്രിക്ട് ഇന്റർനാഷണൽ പ്രസിഡന്റുമായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമായി തന്നെ ഹ്യൂമാനിറ്റേറിയൻ ഇതിന് വേണ്ടി ഹ്യൂമാനിറ്റേറിയൻ ഡേ ആണ് ഓഗസ്റ്റ് 19. മാനുഷിക മൂല്യങ്ങളെ പരിപാലിക്കുന്ന ഒരു ജീവൻ വിദ്യാലയ ഒരു ദിനമാണ്. ആ ദിനത്തിൽ തന്നെ ജനങ്ങളിലേക്ക് വേണ്ടി നമ്മുടെ ആൾക്കാരിൽ എത്തിക്കാൻ സാധിച്ചത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു വസ്തുവായിട്ടാണ്. ഒത്തിരി നേരിട്ടില്ല വലിയ വെളിച്ചം പറഞ്ഞിട്ട് എല്ലാവരും നല്ല അവകാശങ്ങൾ ചെറിയ വാക്കിൽ ഒരു ആശംസ വേണ്ടി നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരുത്തോട് 3-ാം വാർഡിൻ്റെ മെമ്പറും തിരുത്തോട് സുവിധാനത്തിൻ്റെ സെക്രട്ടറിയാണ് സാഫിൽ സർവീസ് ജില്ലാതലത്തിൽ സ്റ്റേറ്റ് തലത്തിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, ജില്ലാ പഞ്ചായത്തിൻ്റെ 2-ാം വാർഡിലെ ഏറെ പ്രിയപ്പെട്ടവും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന, നെൽസൂരിൻ്റെ വനിതാംഗം മീന, മുൻ പഞ്ചായത്ത് റോബിൻ, ഇത് ആർക്കാട്ട്, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ തിരുത്തോട്ടിലെ നമ്മൾക്ക് ഒരു താങ്ങും തണലുമായിട്ട് ലയൺസ് ക്ലബിൻ്റെ ആളുകൾ നമ്മളെ തേടിയിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ മാസം നമ്മൾ ഈ മാസം ആദ്യം 2 ആഴ്ച നമ്മൾ ഒത്തിരിയേറെ കുടുംബം അനുഭവിച്ച സമയങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ കണ്ട് നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മളെ തേടി എത്തിയിരിക്കുന്ന ആളുകളാണ് ഇവിടെ. ഞാൻ ഈയിടെയാണ് ഈ ലയൺസ് ക്ലബ് എന്താണെന്ന് അതിൻ്റെ വിവരങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ ഈയിടെയാണ് അറിയാനുണ്ടായത്. പാവപ്പെട്ട ആളുകളെ തേടിയെത്തി അവരെ സഹായിക്കാനുള്ളൊരു നല്ല മനസ്സായ കുറേ ആളുകൾ നമുക്കിടയിലുണ്ടെന്ന് നമ്മളിപ്പോഴാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നല്ല പ്രയോജനകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് അവർക്കൊരു നേരത്തെ മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു വീട് നല്ല വീട്ടിൽ കിടക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അങ്ങനെ പോലും ഇല്ലാത്ത ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടു നമ്മൾക്ക് അവർ തേടിയെത്തി നമുക്ക് എന്തിനാണ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനത്തിൽ അതിൻ്റെ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒന്നും നോക്കി അതിനാൽ ഇന്നത്തെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അവരെ നമുക്ക് വീണ്ടും ഉണ്ടാക്കി തരാൻ, അതുപോലെ നിത്യരോഗിയായിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ നല്ല മനസ്സായ കുറേ ആളുകൾ നമുക്ക് ഇതിൽ നിന്നുള്ളത് നമുക്കിപ്പോഴാണ് അങ്ങോട്ട് ഉണ്ടായത്. ഈ ഒരു സഹായം നിലനിന്നുകൊണ്ട് എല്ലാ ഈ ആളുകളും ഇങ്ങനെ സഹായിക്കുന്ന ആളുകൾക്ക് നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വിധിയെഴുതപ്പെട്ടതിൽ എല്ലാവിധ ആശംസകളും നമുക്ക് സമയങ്ങളും സാറ് ഇന്നലെ രാത്രി കൊണ്ട് അറിയിക്കുന്നില്ല. അപ്പോൾ തിരിച്ചു പോകേണ്ടത് വേറെ ദിവസം നമുക്കിത് സംഭവസ്ഥലമെല്ലാം സന്ദർശിക്കാനുള്ള കാരണം. അതുകൊണ്ട് ആരെ ഇനി നമുക്ക് മറ്റ് ഇല്ലാതെ അവധി കടക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഇടുക്കി ബ്ലോക്കിൻ്റെ സ്റ്റാൻഡിംഗ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന വന്നിട്ടുണ്ട്, അന്നമ്മയുണ്ട്. അപ്പം നമ്മളിനി സംസാരിക്കുന്ന സമയങ്ങളും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സാന്നിധ്യം മാത്രം നമ്മൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ച നമ്മുടെ കഞ്ഞിക്കുഴി ലയൺസിൻ്റെ ലേഡീസ് ഫോറം പ്രസിഡന്റ് ലീലാരാജന്, നമ്മുടെ ബഹുമാന്യനും ആരാധ്യനുമായ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ JSRPF ഒരു പിന്നെ കൊടുക്കുന്ന അതിലേക്ക് വേണ്ടി ലീനയെ ക്ഷണിക്കുന്നു. ഗവൺമെൻറ് രീതിയിൽ അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓണ സമയത്ത് ഞങ്ങളൊരു അംഗീകാരം കൊടുക്കുക, വേറെ പൈസയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പലയിടത്തുമല്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഇഷ്യൂവായിട്ടുള്ള കാര്യമാണ് ഈ പിന്നെ വ്യക്തി തന്നെ സ്വീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുഴി പ്രസിഡന്റിനും പ്രസിഡന്റിനെ പോലെ തന്നെ കട്ടിയാണ് ഷർട്ടിന് തൊലി. എന്തോ ചികിത്സ സഹായം അത് നോർമലി അത് അതിനുശേഷം
നമുക്ക് ഉദ്ഘാടനം നടത്താം. ആദ്യമായിട്ട് ഇത് ഈ കിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ചെറുതോട്ടായി കുഞ്ഞുകുട്ടി ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുഞ്ഞുകുട്ടി ചേട്ടന് ആദ്യത്തെ കിറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഗവർണർ ഇത് ഔപചാരികമായി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്നു. അതുകൊണ്ട് വെച്ചു ഇതുകൂടെ ഇതെല്ലാം ഉണ്ട്. അത് മാറ്റി വെച്ചിട്ട് ജ്യോതി പൂമോളയിൽ വന്നിട്ടുണ്ടോ? തിരിഞ്ഞിരിക്കണേ. ശ്രീമതി അന്നമ്മ ഇരമംഗലം. അന്നമ്മ ഇരമംഗലം അരി ഇവിടെ കൊടുക്കണം. അവിടെ അരി കൊണ്ട് മതി. അത് താഴെ കൊണ്ടില്ലേ 10 രാജീവ് കർമ്മശ്ശേരി. ബേബി കൊല്ലംകോട്ട്. ബേബി കൊല്ലംകോട്ട് നടക്കുന്നു. അടുത്തത് ജയദേവ ഏർത്തറ. രമണി ഇടയ്ക്കനാങ്കുടി. രാജമ്മ പുത്തൻപുരയ്ക്കൽ. സജീവ ഇടയ്ക്കാങ്കുടിയിൽ. സജീവ മൈക്കിൾ ബാലൻ. തോമസ് അരിപ്പറമ്പിൽ. അരിമൊഴിന്നു. തോമസ് അരിപ്പറമ്പിൽ. വിജയൻ കരിക്കും. വിജയനോട് പോകുന്നുണ്ടോ? വിജയൻ കരിക്കും. അത് വേണ്ട. അതാണ് വിളിക്കുന്നത്. ഷാജു ചെറുതൊണ്ട. ഷാജു ഔദ്യോഗികമായി പര്യവസാനിച്ചു. ഇതിലെ കിറ്റ് നമുക്ക് ബാക്കി അരി അതുപോലെ കിറ്റിന്റെ സാധനം മണ്ഡലം തരാം. നമുക്കൊരു കണക്കിന് മാത്രം വെച്ചിട്ടുള്ളൂ. അപ്പം എല്ലാവരും മുകളിലേക്ക് വരിക. യോഗത്തിൽ പങ്കെടുത്ത് ഷീറ്റ് മുകളിലോട്ട് സണ്ണിയെ Gracias.
അല്ലേ? എന്തിനാ ഇറങ്ങി വന്ന് ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞല്ലേ? ബാബു പുള്ളൂരി, ശ്രീനിവാസൻ കണ്ണാടിശ്ശേരി, രവീന്ദ്രൻ പുത്തമ്പുരയ്ക്കൽ. ഒന്നും കിട്ടുന്നില്ല. തോമസ് തിരുവപ്പുറം, തോമസ് തിരുവപ്പുറം. അവിടെ എടുത്തു കൊടുക്കും. വൈകിട്ടോ ഞാൻ വന്നോളാം. എല്ലാവരും പോലെ എൻ്റെ മാധുര്യത്തിൽ നമ്മുടെ
അതെയോ? പരിപാടി ഇത് ഏറ്റെടുക്കണം. നിന്റെ സൈഡിൽ തന്നെയാണോ? നമ്മുടെ ഈ ടൗണിൽ ഒരു ആരോഗ്യം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിനെ നമ്മുടെ ഇവിടെ പരിപാലിച്ച് ഈ ആരോഗ്യം ഈ ടൗണിലെ കയറുന്നവർക്ക് സൗകര്യമുണ്ടെന്നാണ് നമ്മുടെ ഓട്ടോക്കാരെല്ലാം പറഞ്ഞത്. അതിവിടെ പരിപാലിച്ച് ഇതിനെ വന്നിട്ട് വളർത്തി വലുതാക്കിക്കൊണ്ട് വന്നു. അതിനുവേണ്ടി മെമ്പർമാർ ഞാൻ ഏൽപ്പിക്കുക. ബ്ലോക്കിന്റെ 2 വാർഡിന്റെ അല്ല ഇത് ഒരുപാട് അവസരങ്ങളുള്ളതല്ലേ ഇത്. സ്കൂളിൽ ഞാൻ കൊടുത്തായിരുന്നു. 3 പേരുടെ ഞാനിവിടെ ഓഫീസിലുണ്ടാവും. വലിയ മരമായിട്ട് കാണാം. ഇല്ല നമ്മുടെ നാടാണ്